Stay tuned to Kids Corner and set free from all tensions and worries. എൻ്റെ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടാ കേൾക്കുന്നവനല്ല പറയുന്നവനാ ദോഷമെന്ന്. പക്ഷെ എനിക്കങ്ങനെയല്ല, എനിക്ക് ദേഷ്യം കയറുമ്പോൾ ഞാൻ ഒച്ചെടുക്കും. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അമ്മാമ്മ എനിക്കൊരു സുഗരദേവൻ പറഞ്ഞെന്ന്, യേശുവെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു. അത് കുറേ പ്രാവശ്യം പറയുമ്പോൾ എൻ്റെ ദേഷ്യം മാറും. അത് കൊള്ളാലോ, ഞാനും ഇനി ആ ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ അപ്പുക്കുട്ടൻ്റെയും തോമസ് കുട്ടിയുടെയും കോൺവെർസേഷൻ കേട്ടോ. നമ്മളുടെ ലൈഫിലും സ്ഥിരം ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലേ, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർ ചീത്ത പറയാൻ തോന്നാറില്ലേ? പക്ഷെ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ? അപ്പോൾ നമ്മൾക്കിന്ന് തോമസ് കുട്ടി ഒരു വഴി പറഞ്ഞു തന്നു, സുകൃത ജപം, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങനെ ഇനി നമുക്ക് പറഞ്ഞു നോക്കാം. കൂടാതെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തിനു നമ്മുടെ സംസാരം കൺട്രോൾ ചെയ്യണമെന്ന്, അത് നമ്മളോട് എല്ലാവരും പറയാറുണ്ട്, ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യണമെന്ന്. അത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് എപ്പിസോഡിൽ നമുക്ക് അങ്കിളിനോടൊക്കെ ചോദിച്ച് നമ്മൾക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വചനം പഠിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 36-37 വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, ഇനി സുകൃത ജപം, നമ്മുടെ തോമസ് കുട്ടിയുടെ സുകൃത ജപം എന്ന്. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾക്കിനി അങ്കിളുടെ അടുത്ത് പോവാം. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു പോകുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്കിൾ? നമുക്കെല്ലാവർക്കും പറ്റുന്നതാണ് ഇത് മോളെ. ഇത് എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എവറി മാൻ ബി ക്വിക്ക് ടു ലിസൺ, സ്ലോ ടു സ്പീക്ക് ആൻഡ് സ്ലോ ടു ബിക്കം ആംഗ്രി. അതിന് പകരം നമ്മൾക്ക് പലപ്പോഴും എന്താ പറ്റുന്നത്? വി ആർ ക്വിക്ക് ടു സ്പീക്ക് ആൻഡ് സ്ലോ ടു ലിസൺ. ഇപ്പോൾ പലപ്പോഴും ഒരാൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിലാണ് നമ്മൾ തിരിച്ച് സംസാരിക്കേണ്ടത്. ദൈവമല്ലേ നമ്മളെ സൃഷ്ടിച്ചത്? നമ്മുടെ എല്ലാ അവയവങ്ങളെയും ദൈവമാണ് സൃഷ്ടിച്ചത്. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് ഏത് അവയവമാണ്? നാവാണ്. സംസാരം നിയന്ത്രിക്കാനല്ലേ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അങ്കിളിനോട് ഈ അടുത്ത ഇടയ്ക്ക് ഒരു സുഹൃത്ത് ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അത് അങ്കിളിനെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ സ്കൂളിൽ പഠിക്കുന്ന സമയം ഒരു സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്ന ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അയാളോട് ആ സിസ്റ്റർ കുട്ടിയായിരുന്നപ്പോൾ പറഞ്ഞു, ഡോണ്ട് സ്പീക്ക് ഇഫ് യു കാനോട്ട് ഇമ്പ്രൂവ് ദ സൈലൻസ്. എന്താ പറഞ്ഞത്? ഡോണ്ട് സ്പീക്ക് ഇഫ് യു കാനോട്ട് ഇമ്പ്രൂവ് ദ സൈലൻസ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ അർത്ഥമുള്ള വാക്കുകളാണ്. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ആർ വി ഇമ്പ്രൂവിങ് ദ സൈലൻസ്? മേ ബി അറ്റ് ടൈംസ്, പക്ഷേ പലപ്പോഴും അല്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുക, ആവശ്യമില്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? സംസാരം ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ സംസാരിക്കുമ്പം തെറ്റ് കൂടുന്നു. സോ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് വി സ്പീക്ക് വെൻ നെസസറി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. ആരാ അടുത്ത ചോദ്യം ചോദിക്കുന്നത്? അങ്കിൾ, ഞാനെങ്ങനെ സംസാരിക്കണം എന്നാണ് ബൈബിൾ പറയുന്നത്? നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്ന് ബൈബിൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിൽ ഒരു കാര്യം എൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മ വന്നത് മോള് ചോദിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം. ആ സിസ്റ്റർ പറഞ്ഞില്ലേ, ഡോണ്ട് സ്പീക്ക് ഇഫ് യു കാനോട്ട് ഇമ്പ്രൂവ് ദ സൈലൻസ്. പലപ്പോഴും ദൈവം നിശബ്ദതയിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിശബ്ദതയിലാണ് സംസാരിക്കുന്നത്. സോ ഇഫ് വി ആർ ഓൾവേസ് ടോക്കിംഗ്, ഇഫ് വി ആർ ഓൾവേസ് ബിസി ടോക്കിംഗ്, we wouldn't have that inner silence and we will never be able to hear God speaking to us. നമ്മൾ വായിച്ചിട്ടില്ലേ സാമുവലിനോട് ദൈവം സംസാരിക്കുന്നത്? സാമുവലിനെ ദൈവം വിളിക്കുവാണ്, സാമുവൽ സാമുവൽ. ആദ്യം 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ സാമുവൽ അവിടെ ഇവിടെയൊക്കെ നോക്കി. പക്ഷേ പിന്നെ അപ്പം പ്രവാചകനായ ഏലി പറഞ്ഞു, നെക്സ്റ്റ് ടൈം യു സേ ഹിയർ ഐ ആം ലോഡ്, സ്പീക്ക് ലോഡ്, ഹിയർ ഐ ആം, യുവർ സെർവൻറ്റ് ഈസ് ലിസണിങ്. പലപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കേൾക്കാൻ പറ്റാത്തത് നമ്മുടെ ഹൃദയത്തിൽ നിശബ്ദതയില്ലാത്തതുകൊണ്ടാണ്. അതാണ് സൈലൻസിൻ്റെ
മറ്റൊരു ആവശ്യകത. അത് മോള് പറഞ്ഞതിൻ്റെ ഒരു രണ്ടാമത്തെ ഉത്തരമാണ്. ഇനി മോൻ പറഞ്ഞതിൽ ബൈബിളിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം ഇതാണ്, ഡു നോട്ട് ലെറ്റ് എനി അൺഹോൾസം ടോക്ക് കം ഔട്ട് ഓഫ് യുവർ മൗത്ത്, ബട്ട് ഓൺലി വാട്ട് ഈസ് ഹെൽപ്ഫുൾ ഫോർ ബിൽഡിംഗ് അതേഴ്സ് അപ്പ്, ദാറ്റ് ഇറ്റ് മേ ബെനിഫിറ്റ് ദോസ് ഹു ലിസൺ. അതായത് നമ്മുടെ കേൾക്കുന്നയാൾക്ക് പ്രയോജനമുള്ള കാര്യം പറയാനായിട്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരിടത്ത് പൗലോസ്ലിയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ സംസാരം കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരോട് എന്ത് മറുപടി പറയണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരനോട് പറയുന്നത് പോലെ ആയിരിക്കുകയല്ല അടുത്ത കൂട്ടുകാരനോട് പറയേണ്ടത്. അയാളോട് സംസാരിക്കേണ്ട ഒരു രീതിയിലായിരിക്കും, മറ്റേ ആളോട് സംസാരിക്കേണ്ട വേറെ രീതിയിലായിരിക്കും. പിന്നെ പലപ്പോഴും നമുക്ക് സംസാരിക്കുമ്പോൾ പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്നറിയോ, നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പം നമ്മളോട് ഒരു കൂട്ടുകാരൻ സംസാരിക്കുമ്പോൾ ആ കൂട്ടുകാരൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ അതല്ല അയാൾക്ക് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ അത് സംസാരത്തിലെ ഒരു കാര്യമാണ്. നമ്മുടെ കാര്യം പറയാതെ മറ്റേ ആളുടെ കാര്യങ്ങൾ ചോദിക്കുക, ദാറ്റ് ഈസ് വൺ യൂസ്ഫുൾ തിങ്. പിന്നെ ബൈബിളിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് നമ്മളെങ്ങനെ സംസാരിക്കണമെന്ന്, ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. എന്താ? എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ നമുക്ക് എളുപ്പമാണ് നന്ദി പറയാനായിട്ട്. പക്ഷേ സാഹചര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പോകുമ്പം, ഒരുപക്ഷെ നമുക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ നമ്മളോട് വഴക്കിട്ടു, ബൈബിൾ പറയുന്നത് എന്താ? ഇൻ ഓൾ ദി സർക്കംസ്റ്റൻസസ് ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. വെൻ വി ആർ ഗിവിങ് താങ്ക്സ് വി ആർ ആക്ച്വലി പ്രൈസിങ് ഗോഡ്. ദൈവത്തെ സ്തുതിക്കുക തന്നെയാണ് ചെയ്യുന്നത് വെൻ വി ആർ ആക്ച്വലി ഗിവിങ് താങ്ക്സ്. ആൻഡ് വെൻ ഹീബ്രൂസിനുള്ള ഇൻ ദ ലെറ്റർ ടു ദ ഹീബ്രൂസ് ഇറ്റ് ഈസ് സെഡ് ലൈക്ക് ദിസ്, ബൈ ഹിം therefore let us offer to God the sacrifice of praise, that is the fruit of our lips, giving thanks to his name. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പം ദൈവത്തെ സ്തുതിക്കുവാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിൽ, ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നടക്കുമ്പോഴും, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കുറഞ്ഞപ്പോഴും, ഒരാൾ നമ്മൾ ദേഷ്യപ്പെട്ടപ്പോഴും ഒക്കെ നമ്മൾ ഹൃദയത്തിൽ ദൈവത്തിന് നന്ദി പറയുമ്പം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ലൈഫിലുണ്ടാകും. ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുവാണ്. ഞങ്ങളൊരു ബുക്ക് വായിച്ചു. ആ ബുക്കിൻ്റെ പേര് ഇതാണ്, പ്രിസൺ ടു പ്രൈസ്. അപ്പോൾ അതൊരു ഒരാളുടെ കഥയാണ്. മെർലിൻ കരോത്തസ് എന്ന് പറഞ്ഞ ഒരാളുടെ ജീവിതകഥ, അമേരിക്കയിലുള്ള ഒരാളുടെ. അപ്പോൾ അയാൾ ഒരു മോശമായ ജീവിതം നയിച്ച, ഹി വാസ് ആക്ച്വലി എ തീഫ്, ബട്ട് ദെൻ ഹി ചേഞ്ച്ഡ് ആൻഡ് ദെൻ ഹി ഈസ് ആക്ച്വലി പാസ്റ്ററിങ് എ പ്രെയർ ഗ്രൂപ്പ്. ഒരു പ്രെയർ ഗ്രൂപ്പ് പാസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ അത് മിലിറ്ററിയിലാണ്, അയാളൊരു ആർമിയിലുള്ള ഒരാളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇവരുടെ പ്രെയർ ഗ്രൂപ്പിൽ വളരെ അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ പ്രെയർ ഗ്രൂപ്പിലൂടെ അവരോട് ദൈവം പറയുന്നത് എന്താണെന്നറിയോ? ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റൻസ്. എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ നന്ദി പറയുക. അപ്പോൾ ആദ്യം ഈ പ്രെയർ ഗ്രൂപ്പിൽ ആദ്യം വന്നവർക്കൊന്നും അത് അത്ര വിഷമമല്ലേ. അപ്പോൾ ആ പ്രെയർ ഗ്രൂപ്പിലൊരു മേജർ ഈസ് ഓൾസോ കമ്മിങ് ഫോർ പ്രെയർ. കാരണം മേജറിൻ്റെ മോളുടെ കാലിന് ഭയങ്കര ഒരു പ്രശ്നം, കാല് തിരിഞ്ഞാണ് ഇരിക്കുന്നത്, കൊച്ചുകുട്ടിയാണ്. ദേ ആർ ഫാർ അവേ ആൻഡ് ഹീസ് ഔട്ട് ഹിയർ ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. അപ്പോൾ പ്രെയറിന് മേജർ എല്ലാ പ്രാവശ്യവും വരും. അപ്പോൾ മേജർ ഇങ്ങനെ ഇവർ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോഴും പല അത്ഭുതങ്ങൾ ഒക്കെ നടക്കുന്നത് ഇയാൾ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞ അവസാനം അയാൾ ചോദിച്ചു, എന്നാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എൻ്റെ മോളുടെ കാര്യത്തിൽ, ഷാൽ ബി പ്രേ. അപ്പോൾ ഈ മെർലിൻ കരോത്തോസ് എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞു, ലെറ്റ് us പ്രൈസ് ഗോഡ്, ലെറ്റ് us ഗിവ് താങ്ക്സ് ടു ഗോഡ്. എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പറയാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ നന്ദിയെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു എഴുത്ത് വന്നു. ആരെ എഴുത്തെഴുതിയത്? മേജറുടെ ഭാര്യ, അതായത് ഈ കൊച്ചിൻ്റെ അമ്മ ദൂരെ നിന്ന് എഴുത്തെഴുതിയിരിക്കുവാണ്. ഐ ആം സോ ഹാപ്പി, സംതിങ് മിറാക്കുലസ് ഹാസ് ഹാപ്പൻഡ്. ഈ കുട്ടി കുറേ ദിവസങ്ങളായിട്ട് കാലിലുള്ള വേദനയെക്കുറിച്ച് പറയുന്നില്ല, സാധാരണ പോലെ നടക്കുന്നു. അയാൾ ഡോക്ടറെ കൊണ്ടുപോയി പരിശോധിച്ചപ്പം ദാറ്റ് ചൈൽഡ് വാസ് ഹീൽഡ് ആൻഡ് വാസ് കംപ്ലീറ്റ്ലി നോർമൽ. ഇവരെന്താ ചെയ്തത്? ഇവരെല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ചിലപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിഷമമുള്ള ഒരു കാര്യമായിരിക്കും, പരീക്ഷയിൽ ചിലപ്പം തോറ്റുപോയെന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞെന്നായിരിക്കും. ഈശോയ്ക്ക് നന്ദി പറയുക. അപ്പോൾ അടുത്ത പരീക്ഷ നന്നായിട്ട് എഴുതാനുള്ള ശക്തി ഈശോ തരും. അങ്കിൾ പറയുന്നത് പോലെ സംസാരിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ അതെനിക്ക് പലപ്പോഴും പറ്റാറില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതൊരു പ്രശ്നം തന്നെയാണ് മോനെ. നമുക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം സോൾവ് ചെയ്താലേ അതിന് നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മളുടെ വാക്കുകൾ എവിടെ നിന്നാണെന്ന് വരുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ വാക്കുകൾ വരുന്നത്. ബൈബിളിൽ എന്താ പറയുന്നത്? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. ഫ്രം ദ അബണ്ടൻസ് ഓഫ് ദ ഹാർട്ട് ദ മൗത്ത് സ്പീക്സ്.
അപ്പം നമ്മുടെ സംസാരം ശരിയാക്കണം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയം ശരിയാക്കണം. ഹൃദയം എങ്ങനെ ശരിയാക്കും? ഹൃദയം എങ്ങനെ ശരിയാക്കും? ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെ ചെയ്യും? നമ്മുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനായിട്ട് ഈശോയ്ക്ക് പറ്റും. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും. ഐ വിൽ ഗിവ് യു എ ന്യൂ ഹാർട്ട്, എ ന്യൂ സ്പിരിറ്റ് ഐ വിൽ പുട്ട് ഇൻ യു. വെൻ വി പ്രേ ടു ജീസസ്, ജീസസ് കം ഇൻ ടു മൈ ഹാർട്ട്, ഐ ഗിവ് മൈ ലൈഫ് ടു യു. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ജീസസ് കംസ് ഇൻ ടു അവർ ഹാർട്ട് ആൻഡ് ചേഞ്ചസ് അവർ നേച്ചർ ആൻഡ് ഡിസ്പൊസിഷൻ. ഹൃദയത്തിൽ മാറ്റം വന്നു കഴിയുമ്പോൾ പിന്നെ സംസാരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റം വരും. പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് അറിയാം, നമ്മുടെ ഹൃദയത്തിൽ മാറ്റമില്ലാതെ നമ്മൾ സംസാരം മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് സംസാരം ശരിയാക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഈശോയോട് കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പം നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന ചെയ്യുന്നു, ബൈബിൾ വായിക്കുന്നു. ഇതിലൂടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ നമ്മൾ നിറയുന്നു. നമുക്ക് ഉദ്ദേശിച്ചതുപോലെ സംസാരിക്കാനായിട്ട് പറ്റും. ഈ മർലിൻ കരോത്തോസിൻ്റെ കാര്യം തന്നെ എടുക്കാം. അങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഈസ് ലീഡിങ് എ പ്രയർ ഗ്രൂപ്പ്, ബട്ട് ഹി വാസ് എ ക്രിമിനൽ അറ്റ് വൺ സ്റ്റേജ്. ഒരു കാലത്ത് അയാൾ ക്രിമിനലായിരുന്നു. ഹി വാസ് എ തീഫ്. അപ്പോൾ എന്താ പറ്റിയെന്ന് നിങ്ങൾക്കറിയോ? ഒരു പ്രാവശ്യം ഈ മർലിൻ കരോത്തോസ് അയാളുടെ ഗ്രാൻഡ് പേരൻസിനെ വിസിറ്റ് ചെയ്യാൻ പോയി. ഹി ഡസൻ ലൈക്ക് ടു പ്രേ. അയാൾക്ക് പ്രാർത്ഥിക്കുന്നൊന്നും ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ അവർ ഗ്രാൻഡ് പേരൻസ് വലിയ പ്രാർത്ഥനക്കാരാണ്. അപ്പോൾ അവരെ കുറേ നാൾ കൂടി കണ്ടപ്പം മർലിൻ വി ആർ സോ ഹാപ്പി ടു സീ യു എന്നൊക്കെ പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമായിട്ടൊക്കെ ഇരുന്നു. എന്നിട്ടപ്പം ഗ്രാൻഡ് മദർ പറഞ്ഞു, മർലിൻ ടുഡേ ഈവനിങ് വി ഹാവ് ടു ഗോ ഫോർ എ പ്രെയർ മീറ്റിംഗ്. കേട്ടപ്പോൾ തന്നെ മർലിൻ വാസ് സ്റ്റാർട്ടൽ ബിക്കോസ് ഹി ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ഫോർ ദ പ്രെയർ മീറ്റിംഗ്. അപ്പം മർലിൻ വിചാരിച്ച് ആരെങ്കിലും എന്നെ വിളിക്കും, കുറച്ച് കഴിയുമ്പോൾ ഒരു ഫോൺ കോൾ വരും, ഐ ക്യാൻ ഗോ സംവെയർ. വൈകുന്നേരം വരെ ഇരുന്നിട്ടും ആരും വിളിച്ചില്ല. പ്രെയർ മീറ്റിങ്ങിൻ്റെ സമയമായി. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ലെറ്റ് us ഗോ ഫോർ പ്രെയർ മീറ്റിംഗ്. അപ്പോൾ അയാൾ ഗ്രാൻഡ് ഫാദറിനെ സ്നേഹമായിരുന്നുകൊണ്ട് നമ്മൾ പ്രെയർ മീറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും പ്രെയർ മീറ്റിങ്ങിന് പോയി. പ്രെയർ മീറ്റിങ്ങിന് പോയി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം മറ്റേ പ്രാർത്ഥന നടത്തിയ ആൾ പറഞ്ഞു, ഇനി നമ്മൾ വി ആർ ഗോയിങ് ടു ഗീവ് ആൻഡ് ഇനി അടുത്തത് നിങ്ങൾ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കുന്നവരെല്ലാം എണീറ്റ് വന്നേ. അതാണ് അവിടുത്തെ എല്ലാം പ്രെയർ കഴിഞ്ഞു. നൗ ദിസ് ഇസ് ദ ടൈം ടു ഗീവ് യുവർ ഹാർട്ട് ടു ജീസസ്. ദിസ് ഇസ് ദ ടൈം ടു ഗീവ് യുവർ ലൈഫ് ടു ജീസസ്. ഹൂ ഈസ് ഗോയിങ് ടു ഗീവ് യുവർ ലൈഫ് ടു ജീസസ്? ഉടനെ എല്ലാവരും ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ദേ ആർ പ്രേയിങ്. അപ്പം മർലിൻ വിചാരിച്ചു, വാട്ട് ഈസ് ഹാപ്പനിങ്, ആരും പോകുന്നേ പോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പം മർലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം, ദിസ് ഈസ് യു വിൽ നോട്ട് ഗെറ്റ് അനദർ ചാൻസ്, യു ആക്ട് നൗ. ഇപ്പോൾ മർലിൻ വിചാരിച്ച ആരും ഇവിടെ വന്ന് പറഞ്ഞതാണോ? ആക്ച്വലി ഗോഡ് വാസ് സ്പീക്കിംഗ് ടു മർലിൻ. God was speaking to Merlin, this is your chance, you go and accept Jesus. അപ്പോൾ മർലിൻ വേണോ വേണ്ടയോ എന്നിങ്ങനെ ഭയങ്കര മർലിൻ വിഷമിക്കുകയാണ്. ഇപ്പോൾ മർലിൻ്റെ അപ്പുറത്ത് ദ ഗ്രാൻഡ് ഫാദർ ഈസ് ഓൾസോ പ്രേയിങ്. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഗ്രാൻഡ് ഫാദർ ഈസ് ഐ തിങ്ക് ഹി ചൂസ് ടൊബാക്കോ. ഹി ഹാഡ് എ ബാഡ് ഹാബിറ്റ് വിച്ച് ഹി വാസ് നോട്ട് ഏബിൾ ടു ഗീവ് അപ്പ്. അപ്പം ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, this Merlin Karotos is a hard nut. If he goes and I will offer this. If Merlin Karotos gives his life to Jesus, I am ready to give up chewing tobacco. എന്ന് ഈ ഗ്രാൻഡ് ഫാദർ ഹൃദയത്തിലൊരു പ്രാർത്ഥന അങ്ങ് വിട്ടു. ചിലപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നില്ലെന്നോർത്ത് ചിലപ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ ദൈവം കേൾക്കും. ആഫ്റ്റർ സം ടൈം Merlin was so much convicted in his heart. He said, I give my life to Jesus. He went up. The grandfather was so startled, because he had made a promise to God. But he kept his promise before God. He gave up that habit. And Merlin Karotos became a changed man. A man of God, a powerful instrument in the hands of Jesus. Merlin Karotos എന്താ പറ്റിയത്? അയാൾക്ക് എന്താ സംഭവിച്ചത്? He had a change of heart. And then his words were different. Then his conversation was different. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അത്തരങ്ങൾ സംസാരിക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ സംസാരം ഓട്ടോമാറ്റിക്കലി മാറും. നമ്മൾ ഈശോയോട് കൂടി വ്യക്തിപരമായ പ്രാർത്ഥന ചെയ്ത് ബൈബിൾ വായനയിലൂടെ ഈശോയോട് ചേർന്ന് നടക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ സംസാരത്തിന് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. നമ്മളോട് സംസാരിക്കുന്നവർ വ്യക്തമായിട്ട് നമ്മളുടെ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാകും, നമ്മുടെ ടീച്ചേഴ്സിന് മനസ്സിലാകും. മനസ്സിലായോ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാം തീർന്നു എന്ന രീതിയിൽ സംസാരിച്ചു പോകുന്നു. പക്ഷെ അത് തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്കിൾ? പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും മോളെ. പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ? ഇൻ ദിസ് വേൾഡ് വി വിൽ ഹാവ് ട്രബിൾ. ദാറ്റ് ഈസ് വാട്ട് ജീസസ് സെഡ്. വി വിൽ നോട്ട് ഹാവ് ട്രബിൾ ഓൺലി വെൻ വി റീച്ച് ഹെവൻ.
till we live in this earth, we will have trouble. But what did Jesus say? In this world you will have trouble, but do not be afraid. I have overcome the world. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ എന്താണ് ചെയ്തതെന്നുള്ളത് നോക്കിയിട്ട് അതുപോലെ നമ്മൾ സാഹചര്യങ്ങളോട് പ്രതികരിക്കണം. ഇപ്പോൾ ഈശോയുടെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാൽ പഠനത്തെ സംബന്ധിക്കുന്ന പ്രശ്നമായിരിക്കും, അല്ല എപ്പോഴും കളിയാക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ പ്രശ്നമായിരിക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ഈശോയുടെ ജീവിതത്തിലൊരു പ്രശ്നം നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ജീസസ് ആൻഡ് ദ ഡിസൈപ്പിൾസ് വെൻറ്റ് ഇൻ ദ ബോട്ട് ആൻഡ് ദർ വാസ് എ ബിഗ് സ്റ്റോം. ബിഗ് സ്റ്റോം ആൻഡ് ദ ബോട്ട് വാസ് അബൌട്ട് ടു സിങ്ക്. വാട്ട് ഡിഡ് ജീസസ് ഡു? ഈശോ എന്നാ ഇത്? ജീസസ് stood up and rebuked the storm. Peace, be still. എന്നിട്ട് അവർ ശിഷ്യന്മാരോട് ചോദിച്ചു, why did you doubt? Why did you doubt, you of little faith? നിങ്ങൾ വിശ്വാസമില്ലാത്തവരെ നിങ്ങൾ എന്താ ചെയ്തതെന്ന്. അപ്പോൾ ജീസസ് ആക്ച്വലി എക്സ്പെക്റ്റഡ് ദ ഡിസൈപ്പിൾസ് ഓർ ദ അപ്പോസ്റ്റൽസ് ടു ഡു സംതിങ് അബൌട്ട് ദ സ്റ്റോം വിച്ച് ദ നെവർ ഡിഡ്. അപ്പോൾ ഈശോ എന്താ ചെയ്തത്? ഇപ്പോൾ ഇങ്ങനെ സ്റ്റോം അടിച്ചപ്പോൾ ഈശോ നമ്മൾ എന്താ ചെയ്യുക, ഇനി ആകെ സ്റ്റോം വരുന്നു, ഇനി വെള്ളം മുങ്ങുമെന്നല്ല ഈശോ പറഞ്ഞോ? ഇല്ല. ജീസസ് ജസ്റ്റ് stood his ground and spoke to the storm. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ മക്കളെന്ന നിലയിൽ പുതിയ ദൈവ മക്കളെന്ന നിലയിൽ നമ്മൾ ഇതാ ചെയ്യേണ്ടത്. വി ഹാവ് ടു സ്റ്റാൻഡ് അപ്പ്, വി ഹാവ് ടു ഫേസ് ദ സ്റ്റോം ആൻഡ് സ്പീക്ക് ടു ദാറ്റ് സ്റ്റോം, സ്പീക്ക് ടു ദാറ്റ് മൗണ്ടൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, whosoever shall say unto this mountain, be thou removed and be thou cast into the sea, and shall not doubt in his heart, but shall believe that those things which he say shall come to pass, he shall have whatsoever he say. We have to speak to this mountain. നമ്മൾ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ സംസാരിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്കിൾ ഒരു രണ്ട് പേരുടെ രണ്ട് ജീവിതകഥകൾ അങ്കിളുടെ മനസ്സിലേക്ക് വരിക. ഒന്നിതാണ്, ഇൻ ദ US there was a major tornado. ഒരു ടൊർണാഡോ ഇങ്ങനെ US പല സ്ഥലങ്ങളിൽ ചുഴി കൊടുങ്കാറ്റടിക്കും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ the weather report came, the tornado is going to hit. There is no change. അപ്പോൾ ടൊർണാഡോ വരുന്നതെന്ന് അറിഞ്ഞോടെ ആളുകളെല്ലാം ഫ്ലീ ചെയ്യാൻ തുടങ്ങി. The roads are jam packed, and this couple, they couldn't go anywhere. So they were Christians, people like you and me. What did they do? They just stood their ground. They were not going anywhere. They said, we will remain here. And they spoke to that storm in the name of Jesus. We command, let this tornado not touch or destroy your house. എന്ത് പറ്റിയെന്നറിയോ? നിങ്ങൾ വിശ്വസിക്കുമോയെന്ന് എനിക്കറിയില്ല. The tornado swept over that place, but that house and its surroundings was untouched. It just went around that house. House to the right, house to the left, destroyed. But this house was not destroyed. അതാണ് നമ്മൾ വിശ്വാസത്തോടുകൂടി ഈശോയിൽ പറയുന്ന വാക്കുകളുടെ ശക്തി. വേറൊരു കാര്യം കൂടെ പറയാം. ഒരു പ്രാവശ്യം this is again the thing about another couple. They are driving a car in the American freeway. മോട്ടോർവേയിൽ അറിയാമല്ലോ, നമുക്ക് 3-4 ലെയിനുള്ള കാറുകളാണ്. അപ്പോൾ ഇവർ ഒരു ലെയിനിൽ ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പം പെട്ടെന്ന് ഫ്രണ്ടിലുള്ള കാറ് ജസ്റ്റ് ടിൽറ്റഡ് ഓൺ ഇറ്റ്സ് വീൽസ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഫിസിക്സ് പഠിക്കുന്നവരല്ലേ, ഒരു ഇത്ര ആംഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ the car is bound to fall. If it is less than 90 degrees, it has a chance that it will come back. This has gone beyond the tilting point. It is going to topple over. അപ്പോൾ ഇവർ രണ്ടുപേരും they were Christians. They were children of God like you and me. What did they say? One person shouted the name of Jesus. Jesus. അടുത്തയാൾ എന്ത് ചെയ്തു? The second person, the husband shouted Jesus, or and the wife shouted, God help them. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ ഇത്രയായ കാറ് suddenly banged back into place, and then that man was saved. So that is the power of the spoken word when we say it in faith, when we say it in the name of Jesus. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രശ്നമുണ്ടാകും. നമുക്ക് ചിലപ്പോൾ ചില സബ്ജക്റ്റിനൊക്കെ മാർക്ക് കുറയും. എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും? ഇനിയുള്ള പരീക്ഷയ്ക്കുമ്പോൾ തോക്കുമോ? തോക്കാനായിരിക്കും സാധ്യത അല്ലേ? ഇങ്ങനെ ഒന്നും നമ്മൾ ഡോണ്ട് സേ ദാറ്റ്. ഈശോ എന്താ പറഞ്ഞ? ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെലക്റ്റഡ് ആളുകളെ മാത്രമല്ല ഈശോ ഹെൽപ്പ് ചെയ്യുന്നത്. ജീസസ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു ആൻഡ് മീ ആൻഡ് ഓൾ ഓഫ് us. അപ്പോൾ എന്ത് പറയണം? ഐ ബിലീവ് ഇൻ ജീസസ്, ഹി വിൽ ഹെൽപ്പ് മീ എന്ന് നമ്മൾ പറയണം. അപ്പോൾ എന്ത് പറ്റും? ജീസസ് വിൽ ഹെൽപ്പ് us and we will be able to overcome this situation in our life. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്ത സംസാരം, എങ്ങനെ നമ്മുടെ സംസാരം ക്രമപ്പെടുത്താം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? സംസാരം ശരിയാകണമെങ്കിൽ നമ്മുടെ ഹൃദയം ശരിയാകണം. We have to give our life to Jesus. Welcome him into our heart, give our life to Jesus and live in obedience to him.
നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി ആവശ്യമുള്ളൊരു കാര്യമാണല്ലേ നമ്മളിന്ന് സംസാരിച്ചത്. നിങ്ങളുടെ സംശയമൊക്കെ മാറിയോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതൊരു ആക്ഷൻ സോങ് കാണാം. അതിനു മുമ്പ് വചനവും സുകൃതജപവും ഏറ്റു പറയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 36-37 വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, ഇനി സുകൃതജപം. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമുക്ക് അമ്മാമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മാമ്മ ഇന്ന് നമ്മൾക്ക് പറഞ്ഞു തരാൻ പോണ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ കഥയാണ്. അപ്പോൾ നമുക്ക് വേഗം വചനവും സുകൃതജപവും ഏറ്റു പറയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 36-37 വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, ഇനി സുകൃതജപം. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ലോകപ്രശസ്തനായ ഒരു വലിയ വിശുദ്ധനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ആരാണെന്നറിയണ്ടേ? വിശുദ്ധ ഡോൺ ബോസ്കോ. വിശുദ്ധ ഡോൺ ബോസ്കോ ജനിച്ചത് ഒരു വലിയ വ്യവസായ കേന്ദ്രമായ ടൂറിൻ പട്ടണത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പൻ ഫ്രാൻസിസ് ബോസ്കോ, അമ്മ മാർഗ്രറ്റ്. ഇവന് 2 വയസ്സുള്ളപ്പോൾ തന്നെ അപ്പൻ മരിച്ചുപോയി. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മക്കളെ വളർത്താൻ, 2 മക്കളാണ്, അവരെ വളർത്താനായിട്ട് അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നാലും അമ്മ ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും ഒക്കെയാണ് ഈ മക്കളെ വളർത്തിയത്. ഇവൻ ചെറുപ്പത്തിലേ തന്നെ
പിള്ളേരോട്, ഇവൻ്റെ പ്രായക്കാരായ പിള്ളേരോട് ഭയങ്കര സ്നേഹമാണ്. അവർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് നന്മയിൽ വളർത്താനായിട്ട് ആ ചെറുപ്രായത്തിൽ തന്നെ അവൻ ഒരുപാട് ശ്രമിക്കുമായിരുന്നു. തന്നെയല്ല, ഇവനെ ആകർഷിക്കാനായിട്ട് ഈ ഞാണിന്മേൽ കളി, അതായത് സർക്കസ് പോലുള്ളൊരു കളി ഇവന് അറിയാമായിരുന്നു. അതിവരെയൊക്കെ അവനിലേക്ക് ആകർഷിച്ച്. പക്ഷെ അവനിലേക്ക് ആകർഷിച്ച പിള്ളേരെ എല്ലാവരെയും അവനെന്താ ചെയ്തത്? ദൈവത്തിലേക്ക് തിരിച്ചേൽപ്പിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ദൈവവുമായിട്ട് അടുപ്പിക്കാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. പക്ഷേ പഠിപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് നിവർത്തിയില്ല. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിക്കാനായിട്ട് നോക്കി. അപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ നല്ലൊരു വികാരിയച്ഛനായിരുന്നു. അച്ഛൻ ഇവനെ പഠിപ്പിക്കാനായിട്ട് ചുമതലയേറ്റ്. അപ്പോൾ ഇവൻ്റെ ചേട്ടന് ഇവനിങ്ങനെ പഠിക്കണതും വായിക്കണതും ഒന്നും ഇഷ്ടമല്ല. അവനെപ്പോഴും ഇവനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കുമായിരുന്നു. പക്ഷെ അമ്മയും ഈ അച്ഛനും കൂടിയാണ് ഇവനെ പഠിപ്പിച്ചത്. ഇവന് 9 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ട്. ഇവൻ്റെ ചുറ്റും കുറേ കുട്ടികൾ നിൽക്കണം. അതിനടുത്തൊരു ദിവ്യപുരുഷൻ ഇവനോട് ആവശ്യപ്പെടുകയാണ് ഈ കുഞ്ഞുങ്ങളെ നന്മതിന്മകൾ പറഞ്ഞു കൊടുത്ത് അവർ നന്മയിലേക്ക് വളർത്തണം. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു സ്ത്രീ, സുന്ദരിയായൊരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് രാത്രി ഈ സ്വപ്നം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് അമ്മയോട് പറഞ്ഞ്, ഇന്നലെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തെപ്പറ്റി എല്ലാം വിവരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ്, നീ ഒരു വൈദികനാകും. അതായിരുന്നു അമ്മയുടെ നിഗമനം. അങ്ങനെ ഇവൻ ചെറുപ്പത്തിലേ ഇങ്ങനെ, അപ്പോൾ ആ വൈദികനാകാനുള്ളൊരു ആഗ്രഹം ഇവൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഇവൻ ഇങ്ങനെ പഠനത്തിലും പ്രാർത്ഥനയിലും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലുമൊക്കെ എപ്പോഴും തീക്ഷ്ണതയുള്ളവനായിരുന്നു. അങ്ങനെ 26ാമത്തെ വയസ്സിൽ അവനൊരു വൈദികനായി. വൈദികനായി കഴിഞ്ഞപ്പോൾ ഇവന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടിയില്ല. അപ്പോൾ വൈദികനായി കഴിഞ്ഞപ്പോൾ ഈ വൈദികൻ, അതായത് ഡോൺ ബോസ്കോ, മറ്റുള്ളവരെ ആ കൊച്ചു പിള്ളേർക്ക് വേണ്ടി ഒരു ഭവനം പണിത്. അമ്മയുടെ സഹായത്തോടും അതുപോലെ വികാരിയച്ഛൻ്റെ സഹായത്തോടും ആ നാട്ടുകാരുടെ സഹായത്തോടും ഒക്കെ കൂടെ ഒരു ഭവനം പണിത്. 2 മാസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് 80 പിള്ളേർ വന്നുകൂടി. അതായത് റോട്ടിലൊക്കെ നടന്ന് ചീത്തയാകേണ്ട പിള്ളേരെയൊക്കെയാണ് ഇവൻ വിളിച്ചു കൂട്ടി നന്മയിൽ വളർത്താനായിട്ട് ശ്രമിച്ചത്. ആ അച്ഛനത് സാധിച്ചു. 40 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ സലേഷ്യൻ സഭ സ്ഥാപിച്ചത്. അത് കഴിഞ്ഞൊരു 21 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയും ഒരു സഭ സ്ഥാപിച്ചു. ഇന്ന് ഡോൺ ബോസ്കോയുടെ ഭവനങ്ങൾ ഒരുപാട് എറണാകുളത്ത് തന്നെ ഉണ്ട്. പച്ചാളത്തൊരെണ്ണമുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്, പള്ളുരുത്തിയിലുണ്ട്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ട്. 2005 ഒരു കണക്കെടുത്തപ്പോൾ അതിൽ 72 രാജ്യങ്ങളിൽ ആയിട്ട് 30,000 അംഗങ്ങളാണ് അതിൽ, സഭാംഗങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ അതിലൊക്കെ കൂടിയിട്ടുണ്ടാവും. ഈ അച്ഛൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരോടും ദേഷ്യമില്ല. എല്ലാവരോടും ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. അതും സംസാരം നല്ല തമാശ ചേർത്തുള്ള സംസാരമാണ്. അത് കാരണം എല്ലാവർക്കും ഈ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ കൂടെ വന്ന ഒരു പ്രാവശ്യം അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ നടക്കും. ഇപ്പോൾ വിഷ്വലിൽ കണ്ട കാര്യം നമ്മുടെ ലൈഫിൽ സ്ഥിരം ഉള്ളതാണ് അല്ലേ? ആ കുട്ടി ഡോറ് പിടിച്ച് നിന്നത് കണ്ടോ? നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഡോറ് തുറന്ന് നടന്നങ്ങ് പോവും അല്ലേ? വിട്ട് കളഞ്ഞിട്ട് അങ്ങ് നടന്നു പോവും. പക്ഷെ അത് ചെയ്യരുത്.
നമ്മൾ എപ്പോൾ അങ്ങനെ ഡോറ് തുറന്നോ ഒന്ന് തിരിഞ്ഞു നോക്കണം. തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പിടിച്ചു വെക്കണം. അല്ല ഇത്തിരി ദൂരെ ആണെങ്കിൽ പതുക്കെ അടച്ചിട്ട് വേണം നടക്കാൻ. ഇനി അത് ചെയ്യോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമ്മളുടെ സംശയമൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സംസാരം കൺട്രോൾ ചെയ്യും. നമ്മൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ സുകൃജപവും പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രോമിസ് ആണല്ലോ? ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ വചനവും സുകൃജപവും ഏറ്റു വന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 36-37 വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, സുകൃത ജപം. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരെ ബൈ.